നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പുസ്തകം VM ദേവദാസിന്റെ അശ്വ എന്ന ഒരു പുസ്തകമാണ്. അയ്യപ്പന്റെ ഓട്ടപ്പാച്ചിലിന്റെ കഥ. വെറും അശ്വയായ അയ്യപ്പൻ തന്റെ ഏറ്റവും പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ തന്റെ വിശ്വരൂപം പുറത്തെടുത്ത് ഉറഞ്ഞാടുന്ന വെറും അശ്വയായ ഒരു പലചരക്ക് കടക്കാരന്റെ പൊതിഞ്ഞു കൊടുക്കുന്ന ആള്, സഹായിയായ അയ്യപ്പൻ തന്റെ വീട്ടിലെ ഭാര്യക്കും മക്കൾക്കും ഒരു അയ്യോ പാവമായ അയ്യപ്പന്റെ ഓട്ടപ്പാച്ചിലിന്റെ കഥയാണ് VM ദേവദാസ് അശ്വ എന്ന രൂപത്തിൽ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. VM ദേവദാസിന്റെ പുസ്തകങ്ങൾ നമുക്കറിയാം. പന്നിവേട്ടൊക്കെ എഴുതിയിട്ടുള്ള ആള്, ഏറ് എന്നൊരു നോവൽ എഴുതിയിട്ടുള്ള, വ്യത്യസ്തമായ ജോണറുകൾ പരീക്ഷിക്കുന്ന ഒരു പരീക്ഷണ എഴുത്തുകാരൻ കൂടിയാണ് VM ദേവദാസ്. അദ്ദേഹത്തിന്റെ ഒരു സിനിമാറ്റിക് അനുഭവത്തെ അല്ലെങ്കിൽ വലിയ വിഷ്വൽ സാധ്യതയെ ഉപയോഗപ്പെടുത്തുന്ന എഴുത്ത് ഭാഷയിലൂടെ വിഷ്വലിനെ സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരു സിനിമയുടെ അനുഭവത്തെ സമ്മാനിക്കുന്ന ഒരു പുസ്തകമാണ് അശ്വ എന്നത്. തന്റെ മകൾ കോളേജിൽ വെച്ചിട്ട് ഒരാളാൽ ആക്രമിക്കപ്പെടുന്നു. സഹപാഠിയായിട്ടുള്ള ക്രിസ്റ്റി ആ നാട്ടിലെ ഏറ്റവും പണക്കാരനായിട്ടുള്ള പാവുങ്കൽ ഫാമിലിയുടെ, സ്വർണ്ണക്കടക്കാരുടെ വ്യത്യസ്തമായ ബ്രാഞ്ചുകൾ നിരന്തരം വ്യത്യസ്തയിടങ്ങളിൽ തുറന്നുകൊണ്ടിരിക്കുന്ന, അനുനിമിഷം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്വർണ്ണക്കടക്കാരന്റെ അല്ലെങ്കിൽ സ്വർണ്ണ വ്യാപാരിയുടെ മകനായിട്ടുള്ള ക്രിസ്റ്റി നിമിഷ എന്ന പെൺകുട്ടിയുടെ, കോളേജ് വിദ്യാർത്ഥിയായ നിമിഷ എന്ന പെൺകുട്ടിയുടെ മുടി മുറിക്കുകയാണ്. വേറൊരു പയ്യനെ റാഗിങ്ങിൽ നിന്ന് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് ക്രിസ്റ്റിക്ക് നിമിഷയോട് പകയുണ്ടാവുകയും നിമിഷയുടെ നീണ്ട മുടി ക്ലാസ് മുറിയിൽ വെച്ച് തന്റെ കൂട്ടുകാർക്ക് മുന്നിൽ വെച്ച് മുറിക്കുകയും അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളിലൂടെ നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത വിധം നീണ്ടുപോകുന്ന ഒരു നോവലാണ് അശ്വ. നേരത്തെ ബസ്സിറങ്ങി വീട്ടിലേക്ക് ദേഷ്യത്തോടെ ചാടിത്തുള്ളി പോകുന്ന മകളെ കണ്ട് പലചരക്കടക്കാരൻ പറയുന്നുണ്ട്, ദേ നിന്റെ മകൾ ദേ നേരത്തെ പോകുന്നുണ്ടല്ലോ. പിന്നാലെ വെച്ച് പിടിച്ച്